കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിക്ക് വീണ്ടും വേദന തുടങ്ങുവാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കണേ, ഡോക്ടറെ എന്താ ഇതൊക്കെ, പ്രസവം കഴിഞ്ഞതല്ലേ? അന്നേരം ഡോക്ടർ പറയണേ, നിനക്ക് ശാരദാമ്മേ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം പറയുവാണ്, ശാലിനിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുകൂടിയുണ്ട്. ശാലിനിക്ക് ഇരട്ടക്കുട്ടികളാണ്. അതേക്കുമ്പോൾ ശാലിനിക്കും ശാരദാമ്മക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രണ്ടാളും അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്നിട്ട് ശാലിനി ചോദിക്കണേ, ഡോക്ടറെ സത്യമാണോ പറഞ്ഞത്? എനിക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞിനെയും കൂടി കിട്ടാൻ പോകുവാണോ? അന്നേരം ഡോക്ടർ പറയണേ, അതേ ശാലിനി, ഇപ്പോൾ വേദന തുടങ്ങിയിട്ടുണ്ടല്ലോ, ഡെലിവറി ഉടനെ തന്നെ ഉണ്ടാവും. അങ്ങനെ സിസ്റ്ററിനെയും കൂടി വിളിക്കുവാണ് ഡോക്ടർ. എന്നിട്ട് ശാലിനിയുടെ പ്രസവം എടുക്കുവാണ്. അങ്ങനെ ആ ഒരു രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി ഡോക്ടർ കയ്യിലെടുക്കുവാണ്. ആ കുഞ്ഞിനെ കാണുമ്പോൾ ശാലിനിക്കും ശാരദാമ്മക്കും ഒത്തിരി സന്തോഷമാകുക. ഡോക്ടർ അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം ശാലിനി സന്തോഷത്തോടെ ശാരദാമ്മയോട് പറയണേ, കണ്ടില്ലേ അമ്മേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അതേ സമയത്ത് തന്നെ ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ കൂടി തന്നു. ഇത്രയും നേരം എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കാനാ ഈ ഒരു കുഞ്ഞിനെയും കൂടി ദൈവം എനിക്ക് തന്നത്. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ എന്നെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ അതിപ്പോൾ സത്യമായിരിക്കുക. ആ സമയത്ത് തന്നെ എൻ്റെ വയറ്റിൽ 2 കുട്ടികളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ 2 മക്കളും ഭാഗ്യമുള്ളവരാ, ഭാഗ്യ നക്ഷത്രങ്ങളാ. 2 പേരും ജനിച്ചതോടെ എത്ര ജീവിതങ്ങളാണ് അവർ വിളക്കി ചേർത്തത്. ശ്യാമയുടെയും എൻ്റെയും സത്യാമ്മയുടെയും എല്ലാവരുടെയും സന്തോഷം ഈ 2 പൊന്നോമനകളും കൂടി തിരികെ കൊണ്ടുവന്നില്ലേ? ഈ സമയം ശാരദാമ്മ പറയണേ, മോളെ ഞാനിപ്പോൾ തന്നെ ഈ ഒരു സത്യാമ്മനെ അറിയിക്കാം. അന്നേരം ശാലിനി ശാരദാമ്മയുടെ കൈ പിടിച്ച് തടയണേ, വേണ്ടമ്മേ, ഇപ്പം പറഞ്ഞാൽ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ശ്യാമയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഒന്നാമത് ശ്യാമയുടെ പ്രസവത്തിൽ ആ സുസ്മിത ഓരോ സംശയങ്ങളൊക്കെ പറഞ്ഞു നടക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അവളും കൂടിയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വിവരം പറഞ്ഞാൽ അത് ശ്യാമയുടെ ജീവിതത്തിനായിരിക്കും ബാധിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞാൽ പിന്നീട് ഒരു 100 കൂട്ടം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഗർഭിണിയാണെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? എത്ര നാളായി അറിഞ്ഞിട്ട്? ഇതെന്താ മറ്റാരെ അറിയിക്കാഞ്ഞത്? അങ്ങനെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. മാത്രമല്ല ശ്യാമയുടെ കാര്യം എല്ലാവരും അറിയും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അമ്മ ആരോടും പറയണ്ട. അന്നേരം ശാരദ ചോദിക്കണേ, അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ എങ്ങനെ അറിയിക്കാനാണ് നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? അന്നേരം ശാലിനി പറയണേ, ശ്യാമയെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നത്. അന്നേരം ശാരദ പറയണേ, അത് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ സമയം ഡോക്ടർ കുഞ്ഞുവാവേനും കൂട്ടി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വാവേനെ ശാലിനിക്ക് കൊടുക്കുവാണ് കേട്ടോ. ശാലിനി സന്തോഷത്തോടു കൂടി കുഞ്ഞുവാവയെ നോക്കി ചിരിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സത്യാമ്മയൊക്കെ ശ്യാമയും കൂട്ടിയിട്ട് വീട്ടിലെത്തട്ടെ, അതിനുശേഷം എൻ്റെ മോളെയും കുട്ടി ഞാനും അങ്ങോട്ടേക്ക് ചെല്ലാം. ആ സമയത്ത് കുഞ്ഞിനെ കിട്ടി സന്തോഷത്തിൽ തുള്ളിച്ചാടി നിൽക്കുമായിരിക്കും സത്യാമ്മ. ഒപ്പം എനിക്കും കൂടി ഒരു കുഞ്ഞു പറഞ്ഞു എന്നറിയുമ്പോൾ സത്യാമ്മ എന്നെ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പാണ്. മാത്രമല്ല വിഷ്ണുവേട്ടനും ഒത്തിരി സന്തോഷവും. നാളെ അത്ര സന്തോഷത്തിലിരിക്കുമ്പോൾ തന്നെ IAS ട്രെയിനിങ്ങിന് പോണ കാര്യവും കൂടി സത്യാമ്മയോട് സൂചിപ്പിക്കാൻ സത്യാമ്മ അത് തടയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരദാമ്മക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നുക. അങ്ങനെ ശാരദ ശാലിനിയോട് പറയണേ, നീ പറഞ്ഞത് തന്നെയാണ് മോളെ സത്യം. ഇപ്പം ഞാൻ പോയി പറഞ്ഞാലും ആ സുസ്മിത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. നാളെ സത്യാമ്മയുടെ വീട്ടിലേക്ക് നീ കുഞ്ഞിനെ കൊണ്ടുവരണം. അതോടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരും. മോള് പറഞ്ഞതുപോലെ ഈ 2 മക്കളും നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗ്യവും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നീക്കാൻ വന്ന ദേവതകളാണ്. അതേക്കുമ്പോൾ ശാലിനിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ശാലിനി അങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയണേ, മോളെ നിനക്ക് നാളെ നിൻ്റെ അച്ഛനെ കാണാമല്ലോ, നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ നമ്മളിന്ന് സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായരനെയാണ്. അന്ന് സീമന്തത്തിൻ്റെ അന്ന് ശാലിനി സങ്കടത്തോടെ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുവാണ് രാഘവൻ നായർ. ഈ സമയം അവിടുത്തെ ഒരു ജോലിക്കാരനുണ്ടല്ലോ, ആ പുള്ളി അങ്ങോട്ടേക്ക് എത്തുവാണ്. അല്ല രാഘവൻ സാർ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത്? ശ്യാമക്കും രോഹിത് മോനും കൂടി ഒരു കുഞ്ഞ് ജനിച്ചല്ലേ, അതിൻ്റെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. അന്നേരം രാഘവൻ നായർ പറയണേ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഒപ്പം മഹാലക്ഷ്മി കൂടി ഇറങ്ങിപ്പോകുമെന്ന് അന്ന് ജോത്സ്യം പറഞ്ഞ കാര്യം താൻ ഓർക്കുന്നില്ലേ? കുഞ്ഞ് ജനിച്ചതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമോ, എന്നാൽ അതെനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ശാലിനി മോള് ഈ കുടുംബം ഇന്നീ കാണുന്നത് പോലെ നിൽക്കാൻ ആ കുട്ടി എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രീതിയുടെ ശ്യാമയുടെയൊക്കെ ജീവിതം നന്നാക്കാൻ അവൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവളുടെ ഗതിയോ, അവളിപ്പോൾ ഈ വീടിന് പുറത്തല്ലേ. അവളുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങല. അന്നേരം പിള്ള പറയണേണ്, സാറേ ഞാൻ എൻ്റെ ബുദ്ധി തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, നാളെ എന്താണെങ്കിലും സത്യാമ്മ ശ്യാമേനെയും കുഞ്ഞിനെയും കുട്ടി ഇങ്ങോട്ടേക്ക് വരുമല്ലോ. കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ സത്യാമ്മ നിലത്തൊന്നും ആയിരിക്കില്ല. ആ സമയത്ത് രാഘവൻ സാറ് തന്നെ ശാലിനി മോളെ തിരികെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം സത്യാമ്മയുടെ മുമ്പിൽ അങ്ങ് അവതരിപ്പിക്കണം. മാത്രമല്ല ഇതിന് സപ്പോർട്ടായിട്ട് അർജുനും പ്രീതിയും ശ്യാമയും രോഹിത്തും വിഷ്ണുവോനും എല്ലാവരും ഉണ്ടാകുമല്ലോ. നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ. സത്യാമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റും. അത്രയും സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം
ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുമല്ലോ. അതേക്കുമ്പോൾ രാഘവൻ നായർ പറയണേ, താൻ എപ്പോഴും മണ്ടത്തരം പറയുമെങ്കിലും ഇത് കൊള്ളാം. അപ്പോൾ നാളെ ആ കുഞ്ഞിനെയും കുട്ടി വരുന്നതിന് ശേഷം ശാലിനി മോളുടെ കാര്യം ഭാമിയോട് അവതരിപ്പിക്കാം. എല്ലാം നന്നായി നടക്കും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വീടൊക്കെ അലങ്കരിച്ച് കുഞ്ഞിനെ വരവേൽക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാഘവനെയും അർജുനെയും പിള്ളേനെയും ഒക്കെ ഉണ്ടോ. ഈ സമയം രാഘവൻ നാരായണനെങ്കിൽ കുഞ്ഞിനെ കാണാൻ തിടുക്കമിട്ടിരിക്കുവാണ്. ഇവരെന്താ വരാത്തെ? അരമണിക്കൂറായാലും വിളിച്ചിട്ട്. അന്നേരം അർജുൻ പറയണേ, ഒന്ന് കാത്തിരിക്കച്ചാ, അവരുടൻ തന്നെ എത്തുമല്ലോ. ഇതേ സമയം സുസ്മിത അവിടെ കാറിലെത്തുവാണ്. എന്നിട്ട് കാറ് ഗേറ്റിൻ്റെ പുറത്ത് തന്നെ പാർക്ക് ചെയ്യുവാണ്. ഡ്രൈവറിനോട് പറയണേ, അതെ കുറച്ചൊന്ന് ഒതുക്കി നിർത്തിയേക്ക്, ഒരു വണ്ടിക്ക് കൂടി വരാനുണ്ട്. എന്തൊക്കെയോ കള്ളക്കളി ഇവിടെ നടക്കുന്നുണ്ട്, അതെന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ആ കുഞ്ഞിനെയും പൊക്കി പിടിച്ചുകൊണ്ട് അവരൊന്നും വന്നില്ല ഇതുവരെ. ഏതാണെങ്കിലും ഉടനെ വരുമായിരിക്കും. ഇതേ സമയത്ത് തന്നെ വിഷ്ണുവും ഭാമയൊക്കെ കുഞ്ഞിനെയും കൂട്ടി അവിടെ എത്തുവാണ്. അങ്ങനെ കാറിൽ നിന്നും ഭാമയും രോഹിത്തും ശ്യാമിയും കുഞ്ഞുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ശാരദാമ്മ അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ കുഞ്ഞിനെ കാണുമ്പോൾ രാഘവനായിരുന്നു ഒത്തിരി സന്തോഷമാണ്. മോളെ കുഞ്ഞിനെ കൊണ്ട് വേഗം വാ. അന്നേരം ഭാമ പറയണേ, തിടുക്കം കാട്ടാതെ രാഘവേട്ടാ. അങ്ങനെ പറഞ്ഞ് ആരതി എടുത്ത് ശ്യാമേനെയും കുഞ്ഞിനെയൊക്കെ ഒഴിയുവാണ്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് രണ്ടാളെയും അകത്തേക്ക് കയറ്റുവാണ്. ഈ സമയം രാഘവൻ നായർ കുഞ്ഞിനെ വേഗം തന്നെ കയ്യിലേക്ക് വാങ്ങുവാണ്. എന്നിട്ടതിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ഓട്ടോറിക്ഷയിൽ കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ശാലിനിയും കാണിക്കുന്നുണ്ട്. പുറത്ത് കാറിലിരിക്കുന്ന സുസ്മിതയാണെങ്കിൽ അകത്തെന്താ നടക്കണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. താനിവിടെ വെയിറ്റ്, ഞാനേ ഇപ്പം വരാം എന്ന് പറഞ്ഞ് സുസ്മിത കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെ ഭാമ പറയണേ, രാഘവേട്ട ഇനി കുഞ്ഞിന് ഞാൻ കുറച്ച് നേരം എടുക്കാം. അന്നേരം രാഘവൻ പറഞ്ഞേ, ഞാൻ തരില്ല, ഇത്ര നേരം തൻ്റെ കയ്യിലായിരുന്നില്ലേ. അതേക്കുമ്പോൾ ഭാമ പറയണേ, ഇത്ര നേരം കുഞ്ഞ് ശ്യാമയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇനി തന്നെ എനിക്കും എൻ്റെ പേര് കുഞ്ഞിനെ എടുക്കണ്ടേ. അങ്ങനെ പറഞ്ഞ് ഭാമ കുഞ്ഞിനെ വാങ്ങിക്കുവാണ്. അതിനുശേഷം കുഞ്ഞിനെ അർജുനും കൈകളിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം സുസ്മിതയും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നീട് ഓട്ടോയിൽ വരുന്ന ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി കുഞ്ഞിനോട് സന്തോഷത്തോട് പറയണേ, മോളെ നമ്മളിപ്പോൾ മോളുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛൻ്റെ വീട്ടിൽ ഉടനെ എത്തും. അവിടെ ചെന്ന് മോൾക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും ആൻറ്റീനെയും എല്ലാവരെയും കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്